இந்த படம் வந்து டைவர்ஸை பற்றி கொஞ்சம் பேசியிருக்கோம். இன்றைக்கி வந்து டைவர்ஸ் வந்து ரொம்ப அதிகமாகிட்டே இருக்குது. ஏன் அப்படிங்கிற ஒரு கேள்வி தான் இந்த கதை. அதை வந்து ഒരു വിഷയമായി പേശിയിരിക്കും. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഡിവോഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ തന്റെ അടുത്ത സിനിമ കണ്ടതിന് ശേഷം ആ തീരുമാനം മാറ്റിയേക്കാമെന്ന് പറയുകയാണ് പ്രശസ്ത സംവിധായകൻ പാണ്ഡിരാജ്. വിജയ് സേതുപതിയും നിത്യ മേനനും പ്രധാന വേഷങ്ങളിലെത്തുന്ന തലൈവൻ തലൈവിയാണ് ഇനി പുറത്തിറങ്ങാനുള്ള പാണ്ഡിരാജ് ചിത്രം. ഡിവോഴ്സിനെ കുറിച്ചാണ് ഈ സിനിമ സംസാരിക്കുന്നതെന്നും ഡിവോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ സിനിമ കണ്ടതിന് ശേഷം ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറുമെന്നുമാണ് പാണ്ഡിരാജ് പറയുന്നത്. ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചിൽ വെച്ചാണ് പാണ്ഡിരാജ് ഇക്കാര്യം വ്യക്തമാക്കിയത്. തന്റെ പുതിയ സിനിമയായ തലൈവൻ തലൈവി ഡിവോഴ്സിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഇന്ന് ഡിവോഴ്സ് റേറ്റ് വളരെയധികം കൂടുന്നുണ്ട്. അത് എന്തുകൊണ്ട് എന്നതാണ് ഈ സിനിമയുടെ കഥ. ഈ സിനിമ വന്നതിന് ശേഷം അതിനെക്കുറിച്ച് നിരവധി പേർ സംസാരിക്കും. കടൈക്കുട്ടി സിംഗം എന്ന സിനിമ കണ്ട് പിരിഞ്ഞു നിന്ന ഒരുപാട് സഹോദരങ്ങൾ ഒന്നിച്ചു എന്ന് ഞാൻ കേട്ടു. ഡിവോഴ്സ് ആകണമെന്ന് ആഗ്രഹിക്കുന്നവരും അല്ലെങ്കിൽ അതിനായി കോടതിയെ സമീപിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും ഈ സിനിമ കണ്ടതിന് ശേഷം അത്തരമൊരു തീരുമാനത്തെക്കുറിച്ച് പുനരാലോചനയ്ക്ക് തയ്യാറാകുമെന്നാണ് താൻ കരുതുന്നതെന്നും പാണ്ഡിരാജ് പറഞ്ഞു. ഒരു ഹോട്ടലിന്റെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന കോമഡിയും റൊമാൻസും നിറഞ്ഞ എന്റർടൈനർ സിനിമയാകും തലൈവൻ തലൈവി എന്ന സൂചനയാണ് റിലീസ് ടീസർ നൽകുന്നത്. ചിത്രം ജൂലൈ 25-ന് പുറത്തിറങ്ങും. യോഗി ബാബു സിനിമയിൽ ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. സത്യജ്യോതി ഫിലിംസിന്റെ ബാനറിൽ TG ത്യാഗരാജനാണ് സിനിമ നിർമ്മിക്കുന്നത്. സന്തോഷ് നാരായണനാണ് സിനിമയ്ക്കായി സംഗീതം ഒരുക്കുന്നത്.